Hi dears, welcome back to Fashion Week Designs. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള നമ്മുടെ ക്രഷ്ഡ് ഫാബ്രിക്കിൽ വരുന്നൊരു കളക്ഷൻ ആണ് നമ്മൾ കാണാൻ പോവുക. സിൽക്ക് ബേസ്ഡ് ക്രഷ്ഡ് ആയിട്ടുള്ള നല്ല കളർ ഷെയ്ഡ്സ് ആണ്. അതിൽ യോക്കിൽ ഇതുപോലെ ഒരു ഹാൻഡ് വർക്ക് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും ആൻറ്റി കട്ട് ബീഡ്സ് കൊണ്ടുള്ളൊരു ഹാൻഡ് വർക്ക് വന്നിട്ട് ദുപ്പട്ട സെയിം ഫാബ്രിക്കിൽ തന്നെ ഇതേപോലെ ലോവർ എൻഡ്സിൽ ടാസൽസ് ചെയ്തേക്കുന്നു. പ്ലെയിൻ ആയിട്ട് വരുന്നത് ഈ ഒരു അതായത് ബ്ലാക്ക്ബെറി ക്രഷ്ഡ് ഫാബ്രിക് ആണ് വന്നേക്കുന്നത്. ബ്ലാക്ക്ബെറിയുടെ തന്നെ ഒരുപാട് വേരിയൻസ് ഉണ്ട്, പ്രീമിയം ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇത് ബ്ലാക്ക്ബെറി ക്രഷ് ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. വിത്ത് ഹാൻഡ് വർക്ക്ഡ് ആണ് ടോപ്പ് വന്നേക്കുന്നത്. ഇത് സെക്കൻഡ് കളർ നല്ലൊരു ഒണിയൻ പിങ്ക് ടോൺ, ഇതേപോലെ ക്രഷ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള നിൽക്കുന്ന ഫാബ്രിക് ആണ് ക്രഷ്ഡ്. അത് എല്ലാ ഫാബ്രിക്സിലും ഇപ്പം ഓർഗൻസ ക്രഷ്ഡ് ഉണ്ട്, ജോർജറ്റ് ക്രഷ്ഡ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിലും ഇപ്പം ക്രഷ്ഡ് ഒരു ട്രെൻഡ് ആയിട്ട് നിൽക്കുവാണ്. ഇത് ബ്ലാക്ക്ബെറി ക്രഷ്ഡ് ഫാബ്രിക്കിൽ സെയിം ഹാൻഡ് വർക്ക് പോയേക്കുന്നു. ഇതിൽ ബോട്ടോ ലൈനിങ്ങും ഡൽസാൻഡൂൺ ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത്. ദുപ്പട്ട ജസ്റ്റ് ഈ ഒരു ബോർഡേഴ്സിൽ, അതായത് ലോവർ എൻഡ്സിൽ ഈ ടാസിൽസ് ഹെവി ആയിട്ട് ടാസിൽസ് ചെയ്തേക്കുന്നു. പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ്. ഇങ്ങനെ വരും ഓവറോൾ ലുക്ക്. ഇത് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതൊരു പുതിയൊരു ടോൺ ആണ്. നമ്മുടെ ഗ്രീനും അതിലൊരു ടീലിന്റെ ഒരു ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രേയിഷ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോൺ ആണ് വന്നിരിക്കുന്നത്. സെയിം ഫാബ്രിക് ക്രഷ്ഡ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. ഹാൻഡ് വർക്ക് ടോപ്പ് വന്നിരിക്കുന്നു. പ്ലെയിൻ ദുപ്പട്ട, ലോവർ എൻഡ്സിൽ ടാസിൽസ്, ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ്. റേറ്റ് 1140, 1140 ഇതിന് റേഞ്ച് വരുന്നത്. വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ്. ഇന്ത്യ ഫുള്ളും ഫ്രീ ഷിപ്പിംഗ് ആണ്. ടോപ്പിന്റെ ലെങ്ത് യൂഷ്വലി ഉള്ള പോലെ 2.6 മീറ്റർ ടോപ്പ് ലെങ്തും, ദുപ്പട്ട 2.4 മീറ്റർ വിത്ത് ലോവർ എൻഡ്സിൽ ടാസിൽസ്. അടുത്ത ഷെയ്ഡ് നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഓർക്കിഡ് ഷെയ്ഡിൽ സെയിം പാറ്റേൺ ഇതുണ്ട്. ഇതുപോലത്തെ വർക്ക് ആൻഡ് ഫാബ്രിക് ടെക്സ്ചർ നോക്കി ഇതേപോലെ നിൽക്കും. ക്രഷ്ഡ് ആയിട്ട് നിൽക്കുന്ന നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. അത്രയും ചൂടൊന്നുമില്ല, അത്രയും കട്ടിയൊന്നുമില്ലാത്ത ഫാബ്രിക് ആണ്. ബോട്ടോ ലൈനിങ്ങും ഡൽസാൻഡൂൺ ഫാബ്രിക് ആണ് ചെയ്തേക്കുന്നത്. സെയിം ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൽ ചെയ്തേക്കുക. വിത്ത് ലോവർ ആൻഡ് ടാസിൽസ് ആണ്. നല്ല കളർ ഷെയ്ഡ്സുകളാണ്, എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സുകൾ. റേറ്റ് ആണെങ്കിലും ഒത്തിരി ഓവർ ആയിട്ടില്ല. ഈ ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിൽ ബോട്ടോ ലൈനിങ് ഒക്കെ വരുന്നുണ്ട്. 1140 റേഞ്ച് ആണ്. ലാസ്റ്റ് കളർ വന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രിക്ക് ടോണിൽ സെയിം വർക്ക് തന്നെ കൊടുത്തേക്കുന്നു. അത് കട്ട് ബീഡ്സ് ആണ്. ഇടയ്ക്ക് എന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ റൗണ്ട് ബീഡ്സും ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ കൊടുത്തേക്കുന്നു. പാറ്റേൺസ് സെയിം. കളർ ഷെയ്ഡ്സ് ആണെങ്കിലും വളരെ ട്രെൻഡി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമാവുന്ന കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയേക്കുന്നത്. നല്ല ലെങ്തും വിട്ടും ഒക്കെ വരുന്നുണ്ട്. വിത്ത് ബോട്ടോ ലൈനിങ്ങോടുകൂടിയാണ്. ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ക്രഷ്ഡ് ഫാബ്രിക് ആണ്. ക്രഷ്ഡ് ഒരുപാട് ഫോംസിൽ, ഒരുപാട് ഫാബ്രിക്സിൽ അവൈലബിൾ ആണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്സ് ആണ്. ലുക്ക് ഇട്ടാലും നല്ലൊരു ഫീലും ലുക്കൊക്കെ ഉള്ളൊരു ഫാബ്രിക്. ഇത് എൻ്റെ ദുപ്പട്ട പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ട. കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് മിനിമലൈസ് ചെയ്യാനാണ് നമ്മൾ ദുപ്പട്ടയിൽ ഒത്തിരി ഓവർ വർക്ക് ചെയ്യാതെ ലോവർ എൻഡ്സിൽ ഹെവി ടാസൽസ് ചെയ്തേക്കുന്നത്. ദുപ്പട്ടയിലൂടെ വർക്ക് ആകുമ്പോൾ പിന്നെയും അത് റേറ്റ് കൂടും. അതുകൊണ്ടാണ് ഇതിപ്പം ദുപ്പട്ടയ്ക്ക് വർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ടോപ്പിൽ ഹെവി വർക്ക് വരുന്നുണ്ട്. ദുപ്പട്ട ഫുള്ളും ക്രഷ്ഡ് ഫോം ആയതുകൊണ്ട് കുറച്ചും കൂടെ ഒരു നല്ലൊരു ഫീലിൽ തന്നെ കിടക്കും. ഇപ്പം ഇത്രയും കളേഴ്സ് ആണ്. ബഡ്ജറ്റ് റേഞ്ച് 1140 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് വഴിയോ വാട്സപ്പ് വഴിയോ ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.